ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പുതിയ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ധ്യാന ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന കുറിവാക്യം 1 ദിനവൃത്താന്തം 22-ാം അധ്യായം 12-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണം നീ ആചരിക്കേണ്ടതിന് യഹോവ നിനക്ക് ജ്ഞാനവും വിവേകവും തന്ന് നിന്നെ ഇസ്രായേലിന് നിയമിക്കുമാറാകട്ടെ. അന്ധനും അവിവാഹിതനുമായ ഒരു മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിച്ച് വരം വാങ്ങിക്കുവാൻ തപസ് തുടങ്ങി. ഏറെ നാൾ പിന്നിട്ടപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടു. നിനക്ക് എന്താണ് വേണ്ടത് മകനെ എന്ന് ചോദിച്ചു. ദൈവമേ, ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും കൂടെ ഒരു മേശയുടെ ചുറ്റുമിരുന്ന് സ്വർണ്ണത്തളികയിൽ ആഹാരം കഴിക്കുന്നത് എൻ്റെ ഈ 2 കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണണം. എത്ര ആവശ്യങ്ങളാണ് അവനതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വിവാഹം കഴിക്കണം, മക്കളുണ്ടാകണം, സ്വർണ്ണത്തളികയിൽ ആഹാരം കഴിക്കണമെങ്കിൽ അതിന് പറ്റിയ മനോഹര ഭവനവും സമ്പൽ സമൃദ്ധിയും ആവശ്യമാണ്. അതിനേക്കാൾ ഉപരി കാഴ്ചയും പ്രാപിക്കണം. ഈ അന്ധൻ്റെ ആവശ്യം പോലെയാണ് പലരുടെയും ആഗ്രഹം. ദൈവം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്, അമിതമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അല്ല. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്, ശലോമോൻ യഹോവയെ സ്നേഹിച്ചു, തൻ്റെ അപ്പനായ ദാവീദിൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നുവെങ്കിലും ഭരണത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ അവനിതിൽ പരാജയപ്പെടുകയും ചെയ്തു. ഇസ്രായേൽ മക്കൾ അന്യദൈവ ആരാധനയിലൂടെ ദൈവത്തെ ദുഃഖിപ്പിച്ചതുപോലെ ശലോമോൻ്റെയും ഉള്ളിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളോടുള്ള അനുസരണക്കേടിൻ്റെയും സൂക്ഷ്മക്കുറവിൻ്റെയും വിത്ത് ഉണ്ടായിരുന്നു. കാലാന്തരത്തിൽ ശലോമോൻ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ കഠിനമായി ധിക്കരിക്കുകയും വിഗ്രഹാരാധനയിൽ വ്യാപൃതനാവുകയും ചെയ്തു. 1 രാജാക്കന്മാർ 11-ാം അധ്യായം 4-ാം വാക്യം നാം വായിക്കുന്നത്, ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവൻ്റെ ഹൃദയം അവൻ്റെ അപ്പനായ ദാവീദിൻ്റെ ഹൃദയം പോലെ തൻ്റെ ദൈവമായ യഹോവയിൽ ഏകാഗ്രമായിരുന്നില്ല. കർത്താവിങ്കലുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ടിട്ട് നാം വിശ്വാസികളാണ് എന്ന് മുഖംമൂടി ധരിച്ച് ജീവിക്കുന്നത് ശാപകരമായ അവസ്ഥയാണ്. ദൈവത്തെ ആരാധിക്കേണ്ടവൻ പൂജാഗിരികളിൽ വെച്ച് യാഗം കഴിക്കുകയും ധൂപം കാട്ടുകയും ചെയ്തു. തിരുനിവാസത്തിനും താമ്രം കൊണ്ടുള്ള യാഗപീഠത്തിനും പ്രസിദ്ധിയാർജിച്ച പ്രധാന പൂജാഗിരിയായിരുന്ന ഗിബിയോനിൽ ശലോമോൻ രാജാവ് ഹോമയാഗം അർപ്പിച്ചു കഴിഞ്ഞ ശേഷം അന്ന് രാത്രിയിൽ യഹോവ ശലോമോന് പ്രത്യക്ഷനായി. നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ദൈവത്തെ ദുഃഖിപ്പിച്ചിട്ടും ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാതിരുന്നിട്ടും ദൈവം ശലോമോനെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ തേടി വരുന്നതാണ്. തൻ്റെ മക്കളായ മനുഷ്യർക്ക് നല്ല ദാനങ്ങളെ നൽകുവാൻ സ്വർഗസ്ഥനായ പിതാവ് എല്ലായ്പ്പോഴും മനസ്സുള്ളവനാണ്. റോമർ 8:32 നാം വായിക്കുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ എന്നാണ്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം, എല്ലാ ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അങ്ങനെയെങ്കിൽ നാം അപേക്ഷിക്കുന്ന ഒരെണ്ണം നമുക്ക് നൽകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്താൽ നാം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കും? ശലോമോൻ യഹോവയുടെ ഈ ചോദ്യം നേരിട്ടപ്പോൾ വിവേകത്തോടെ പെരുമാറിയതുപോലെ നാം പെരുമാറുമോ? ശലോമോൻ ചോദിച്ചതുപോലെ ജ്ഞാനം അല്ലെങ്കിൽ ധനം, അധികാരം, വിനയം, സ്നേഹം, വിശുദ്ധി, ഇതിൽ എന്തിനു വേണ്ടിയാണ് നാം അപേക്ഷിക്കുന്നത്? നാം അപേക്ഷിക്കുന്ന കാര്യം നമ്മുടെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. ആത്മീക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നാം അപേക്ഷിക്കുമോ? ആത്മീക ദാനങ്ങൾ എന്തെന്ന് നാം മനസ്സിലാക്കുകയും അതിനെല്ലാം വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ശലോമോനെ പോലെ വിവേകത്തോടെ വേണം ദൈവം ചോദിക്കുമ്പോൾ നാം ഉത്തരം പറയേണ്ടത്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് കേട്ട ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് അഭയയാചന കഴിക്കുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിനെ ഒരുക്കിക്കൊണ്ട് അപ്രകാരമുള്ള നല്ല ആലോചന ജ്ഞാനത്തിലൂടെ ശലോമോനെ പോലെ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവെ, പ്രഭാതത്തിൽ നൽകിയ ദിവ്യ ആലോചനകൾക്കായി സ്തോത്രം. നന്മ തിന്മകളെ തിരിച്ചറിയുവാനും നിർമ്മലമായ ജീവൻ നയിപ്പാനും ആവശ്യമായ വിവേകം ഞങ്ങൾക്ക് നൽകണമേ. നശ്വരമായ സമ്പത്തിലും നശിച്ചു പോകുന്ന സമൃദ്ധിയിലും ആശ്രയിക്കാതെ അങ്ങയിൽ നിന്നുള്ള നിത്യമായ ജ്ഞാനത്തെ കാംക്ഷിക്കുവാൻ ഓരോ നിമിഷവും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.